സർ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശശി തരൂരിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം സർവകക്ഷി സംഘത്തോടൊപ്പം വിദേശത്ത് പോയതുമൊക്കെ ഒരു വല്ലാത്ത സ്റ്റാർ പദവി രാജ്യത്തിനകത്ത് നമ്മുടെ സംസ്ഥാനത്തിനകത്തുമുണ്ട്. അദ്ദേഹത്തിനെ ഏറെ ബഹുമാനിക്കുകയാണ് ഓരോ വ്യക്തികളും ചെയ്യുന്നത്. ഒപ്പം ഇപ്പോൾ പിണറായി വിജയനും ശശി തരൂരിനോട് ഒരു വല്ലാത്ത ഒരു സ്നേഹവും ഒരു ബഹുമാനമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ശശി തരൂരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് മെട്രോ. അപ്പോൾ അതുമായിട്ട് പിണറായി വിജയൻ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി. അല്ല, ഇതിനെയാണ് ഈ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് എന്ന് പറയും. വികസനത്തിൻ്റെ രാഷ്ട്രീയം. അതാണ് ഇനിയിപ്പോൾ ആവശ്യം. അതായിരിക്കും ഇനിയിപ്പോൾ പുതിയ തലമുറ അംഗീകരിക്കാൻ പോകുന്നത്. അല്ലാതെ ഈ പഴയ ഒരു പഴഞ്ചൻ രാഷ്ട്രീയ രീതിയും എന്തിനെ എതിർക്കുക എന്നുള്ള രീതിയുമല്ല. പിന്നെ ശശി തരൂർ ഇതിനകത്ത് ഇപ്പം മുൻകൈ എടുക്കുന്നു അല്ലേ? തിരുവനന്തപുരത്ത് മെട്രോ നേരത്തെ അദ്ദേഹം സമർപ്പിച്ച ഒരു കാര്യമാണ്. തിരുവനന്തപുരത്തെ മെട്രോ ആദ്യ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ലൈറ്റ് മെട്രോയാണ്, ഒറ്റ ട്രാക്ക് കൂടെ തന്നെ. അത് കഴക്കൂട്ടം മുതൽ കരമന വരെ ആണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ അത് ഒന്നുകൂടെ വിപുലമാക്കിയിട്ടുണ്ട്. കൊച്ചി രീതിയിൽ തന്നെ വരുന്നതാണ്. ഇത് ആദ്യത്തെ ഇടനാഴി. അതായത് ഇതിന്റെ ഈ മെട്രോയുടെ വിവരങ്ങൾ നമുക്കൊന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇതിന്റെ ആദ്യ ഇടനാഴി കഴക്കൂട്ടം മുതൽ പാപ്പനംകോട് വരെയാണ്. ഇതിൽ ഉള്ളൂർ മുതൽ കരമന വരെ 10 കിലോമീറ്റർ സമ്പൂർണ്ണ ഭൂഗർഭ പാതയായിരിക്കും. 6775 കോടി രൂപയാണ് ഇതിന്റെ ചെലവ്. രണ്ടാമത്തെ ഇടനാഴി വരുമ്പോഴത്തേനും കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയായിരിക്കും. പിന്നീട് കഴക്കൂട്ടം മുതൽ ആക്കുളം വരെയുള്ള 6.5 കിലോമീറ്ററും ഈഞ്ചക്കൽ മുതൽ കിള്ളിപ്പാലം വരെയും ഭൂഗർഭപാതയായിരിക്കും. അതിന് 5775 കോടിയാണ് നിർമ്മാണ ചെലവ് പറയുന്നത്. മൂന്നാം ഇടനാഴി പാളയം മുതൽ സിവിൽ സ്റ്റേഷൻ വരെയായിരിക്കും. ഇതിന് 6 കിലോമീറ്റർ വരെയായിരിക്കും ഭൂഗർഭപാത. ഇതിന് 2700 കിലോമീറ്റർ ആയിരിക്കും ചെലവ്. മ്യൂസിയം, വെള്ളയമ്പലം, കവടിയാർ, പേരൂർക്കട, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ അലൈൻമെന്റ്. അപ്പോൾ സത്യം പറഞ്ഞാൽ സിറ്റി ഫുള്ള്, തലസ്ഥാനം ഫുള്ള് നമുക്ക് മെട്രോയിലൂടെ സഞ്ചരിക്കാം. നമ്മുടെ കാലത്ത് കാണാൻ പറ്റുമോ? സഞ്ചരിക്കുന്ന മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇതിൻ്റെ സിറ്റിക്കകത്തൂടെ മെട്രോ ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ കൊച്ചിയിലെ മെട്രോ നമ്മൾ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നടന്നു എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് 45 വർഷം കഴിഞ്ഞു. ഈ തിരുവനന്തപുരം ആർക്കും, ഒരു MLA-മാർക്കും ഒരു MP-മാർക്കും വേണ്ടാത്ത ഒരിടമാണ്. ഇവർക്ക് വന്ന് ഭരിക്കാനുള്ള, സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം വന്ന് ഭരിച്ച് അറുമാദിച്ച് പോകാനുള്ള ഇടം മാത്രമാണ്. ഇവിടെ നിന്നിട്ടുള്ളത് MP-മാരെന്നൊക്കെ പറയുന്ന എല്ലാവരും വരുത്തന്മാരാണ്. ഞാനിതിനകത്ത് ഈ മെട്രോ വരുന്നതിനെ എതിർത്തൊന്നും അല്ല, അതിനകത്ത് രാഷ്ട്രീയം കലർത്തുന്നൊന്നുമല്ല. തിരുവനന്തപുരത്തിന് ഇപ്പോഴാണ് ഒരല്പമെങ്കിലും ഒരു മാറ്റം ഉണ്ടായി തുടങ്ങി. അറിയാമോ? ഇത്രയും അവഗണിക്കപ്പെട്ട് കിടന്ന തിരുവനന്തപുരത്തിന് ഈ PK വാസുദേവൻ നായർ ഇവിടുത്തെ MP ആയിരുന്നിട്ടുണ്ട്, K കരുണാകരൻ MP ആയിരുന്നിട്ടുണ്ട്, പിന്നെ MM ഗോവിന്ദൻ നായർ. ഇവരെല്ലാം, MM ഗോവിന്ദൻ നായർ പന്തളത്തുകാരനാണ്, PK ഇവിടുത്തുകാരനാണ്. പന്ന്യൻ രവീന്ദ്രൻ നിന്നു, പന്ന്യൻ രവീന്ദ്രൻ കണ്ണൂരുകാരന്. പിന്നെ ഇവിടെ നിന്നിട്ടുള്ളത് ചാൾസ് ഇവിടുത്തുകാരൻ. ഞാൻ നേരത്തെ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞല്ലോ, ചാൾസ് പാർലമെൻറ്റ് മുറുക്കി കൊടുക്കാൻ എഴുന്നേക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ശിവകുമാർ നിന്നിട്ടുണ്ട്. ഇവരൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം അത്ര അവഗണിക്കപ്പെട്ട് കിടന്നത്. അതാണ് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കിയിട്ടാണ്, BJP മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞല്ലോ, ഇന്ന കാര്യങ്ങൾ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തു തരും, തോറ്റാലും ജയിച്ചാലും എന്നാണ് കൂടെ പറഞ്ഞത്. അത്ര അവഗണിക്കപ്പെട്ട് കിടക്കായിരുന്നു ഈ തിരുവനന്തപുരത്തെ എയർപോർട്ട്. ഈ അടുത്ത കാലത്തല്ലേ ഒന്ന് നന്നായത്. അതിനു മുമ്പ് എന്തായിരുന്നു? വെറും തൊഴുത്ത് പോലെ കിടക്കുകയായിരുന്നു. അറിയാമോ? അത്ര അവഗണിക്കപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ മറ്റുള്ളവരെ കുറ്റം പറയും, പിന്നെ കേരള കോൺഗ്രസിനെയും ഒക്കെ കുറ്റം പറയും. അവരുടെ നാട്ടിലൊന്ന് ചെന്ന് നോക്ക്. പാല, തൊടുപുഴ, പൊൻകുന്നം, ഈരാറ്റുപേട്ട, KM മാണി, പിന്നെ PC ജോർജ്, പിന്നെ PJ ജോസഫ്, അവിടുത്തെയൊക്കെ റോഡുണ്ടല്ലോ, നമുക്ക് വണ്ടി ഓടിച്ചൊക്കെ പോകാൻ തോന്നുന്നു. എത്ര കൊതി തോന്നുമെന്നറിയാമോ റോഡ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. ഇവിടെയൊക്കെയോ, ഇവിടെ ഇപ്പോൾ ആകെപ്പാടെ 2 കിലോമീറ്റർ പിന്നെ എന്തോ സ്മാർട്ടാക്കി എന്നും പറഞ്ഞാണ് മരുമകൻ അങ്ങ് ഞെളിഞ്ഞു കിടക്കുന്നത്. ഇതൊക്കെ എത്ര കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നറിയാമോ? മറിച്ച് ഇവരുടെയൊക്കെ ഇടങ്ങളിലേക്കൊക്കെ ചെല്ലണം. ഈ KM മാണിയൊക്കെ നമ്മൾ പറയും KM മാണി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, പക്ഷെ നാട്ടിൽ അവർക്ക് വലിയ അംഗീകാരമാണ്. അവരവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ മെട്രോ തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ലൈറ്റ് മെട്രോ ആദ്യം പറഞ്ഞതാണിത്, കഴക്കൂട്ടം മുതൽ പാപ്പനംകോട് വരെ.
ആൾക്കാർ അന്ന് കേട്ടപ്പോഴേ പറഞ്ഞു ഓ ഓ തിരുവനന്തപുരത്ത് ഇപ്പം അല്ല ഇപ്പോൾ ഒരു കാലാവസ്ഥ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഒരു BJP ആയിട്ട് പിണറായി വിജയൻ ഒരു ബന്ധമുണ്ട്, ഒപ്പം ശശി തരൂർ, ആ ഒരു ഇതൊക്കെ വെച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്നത് BJP ഭരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ അല്പം നടക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. പിന്നെ 2009 ശശി തരൂർ ജയിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും, ഇരട്ട നഗരമാക്കും. അന്ന് ഇവിടുത്തെ മേയർ ചന്ദ്രികയായിരുന്നു. ചാന്ദ്രികയും ശശി തരൂരും തമ്മിൽ ഇല്ലാത്ത പോരായിരുന്നു. അവസാനം ഇപ്പം എന്താ, ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ടുപിടിക്കുക, ആ സ്ഥിതിയിലെത്തി. ഇപ്പം ബാഴ്സലോണയൊന്നും കേൾക്കാനില്ല, ഒന്നുമില്ല. തരൂർ പറഞ്ഞിട്ട് പോയത് എന്താണ്, ഇപ്പോൾ ജയിച്ചു പോയപ്പോൾ ഞാനിനി ഇല്ല മത്സരിക്കാനായിട്ടല്ലേ ഈ കോൺഗ്രസ്സുകാർ സീറ്റ് എടുത്ത് പരവതാനിയും പിരിച്ചു കൊടുത്തേക്കും. ഇപ്പം അവന്മാർ പിന്നെ ആദ്മിയുടെ ചിഹ്നം വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ചിഹ്നം അറിയാമല്ലോ, ചൂലെടുത്ത് അടിക്കുമെന്ന് പറയുന്നത് ഉള്ള ഒരു മടി കൊണ്ടാണ് ആത്മിയുടെ ചിഹ്നമെന്ന് ഞാൻ പറഞ്ഞത്. ആത്മീയ അതെല്ലാം പോയി, ചൂലെല്ലാം ചിഹ്ന ഭിന്നമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇത് കിട്ടിയാൽ കൊള്ളാം. പക്ഷെ തരൂരിനെ ഇത്തരത്തിലുള്ള ചില വിഷനുണ്ട്. ഇപ്പം ഇരട്ട നഗരം എന്നൊക്കെ പറയുന്നു. ഇരട്ട നഗരം എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യന് ഇവിടെ ആമയിഴഞ്ചാൻ തോട്ടിലെ ജോയി എന്ന് പറയുന്ന ഒരു കരാർ തൊഴിലാളി അതിനകത്ത് വൃത്തിയാക്കാൻ ഇറങ്ങി ശ്വാസം മുട്ടി മരിച്ചപ്പോൾ ഇദ്ദേഹം ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് പ്രതികരിച്ചു, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് തൊഴുതു. പോരെ, ജോയിയുടെ കുടുംബത്തിൻ്റെ വയറ് നിറഞ്ഞു. ഇതാണ് തരൂർ ചെയ്ത കാര്യം. ഏതായാലും മെട്രോ തലസ്ഥാനത്ത് വരുവാണെങ്കിൽ നമുക്കറിയാം, കോട്ടയത്തെ മെട്രോ വന്നത്, എറണാകുളം മെട്രോ വന്നത് ഒരു പ്രത്യേക റീസണാണ്. നമുക്കറിയാം ഈ സിറ്റി നഗരങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക്കാണ്. ഈ ഒരു മെട്രോ വരുവാണെങ്കിൽ ആ ട്രാഫിക്കിൽ നിന്ന് വലിയൊരു ആശ്വാസമായിരിക്കും. മാത്രമല്ല ഫാസ്റ്റായിട്ട് ഈ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ മറ്റുമൊക്കെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് എത്തിച്ചേരാൻ ഈ വാഹനങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കും, ചിലവുകൾ കുറയും. പെട്രോളിൻ്റെയൊക്കെ വില കൂടുതലല്ലേ, അപ്പം അത്രത്തോളം ഒരുപക്ഷെ മെട്രോയ്ക്ക് ചെലവ് വരത്തില്ലെന്ന് പ്രതീക്ഷിക്കുക, അറിയില്ല. ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കുന്നത് ശശി തരൂർ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം കൂടിയാണ് ഇത് നടപ്പിലാക്കുക. കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഒരു നാണക്കേടായിരിക്കും. MBA എന്നുള്ള സ്ഥാനത്ത് മൂന്നാം തവണയല്ലേ അദ്ദേഹം. പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ വിഴിഞ്ഞം പറയുമ്പോഴേ, വിഴിഞ്ഞം എത്ര കാലം കൊണ്ട് പറയുന്നതാണെന്ന് അറിയാമോ? വിഴിഞ്ഞത്തിന് ഇവർക്ക് ഇവിടെ വിഴിഞ്ഞത്തെ പോർട്ട് വരുന്നതിലൊന്നും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും ഒരു താല്പര്യവും ഇല്ലായിരുന്നതാണ്. ഇത് കേന്ദ്രം ഇതിനകത്ത് കരിഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇത് തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് പിന്നെയും പോയേനെ. ഇത് എത്രയോ മുമ്പ് വന്നിരുന്നുവെങ്കിൽ തിരുവനന്തപുരം ഇത് ഫുൾ ഫോമിലെത്തി കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം അങ്ങ് മാറുമെന്നുള്ളതാണ്. അപ്പോഴേക്കും ഈ മെട്രോയും ഒക്കെ വന്നു കഴിയും. അതെ, ഈ മെട്രോ വരുമ്പം അദ്ദേഹം ഉന്നയിക്കുന്ന കുറേ സാങ്കേതിക കാര്യങ്ങളൊക്കെ ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ഒത്തുചേർന്ന് തന്നെ പോകും. കാരണം ഈ പണിയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, കാരണം യാത്രകളുടെ മുടക്കുകൾ, ചിലയിടത്ത് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാകണം അതിൻ്റെ കുറച്ച് പദ്ധതികളും അതിൻ്റെ ഒരു രൂപരേഖയൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പം എന്ത് തന്നെയാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ വിഷനുണ്ട്. ആ വിഷൻ പൂർത്തീകരിക്കട്ടെ അല്ലേ. ഈ പിന്നെ മോദി സർക്കാർ വന്നപ്പോൾ അന്ന് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നവരോട് പറഞ്ഞതാണ്, അന്ന് ഉമ്മൻചാണ്ടിയാണ്, എയിംസിന് സ്ഥലം കാണിക്കാൻ പറഞ്ഞു. തിരുവനന്തപുരമാണ് പ്രിഫർ ചെയ്തത്. സ്ഥലം കാണിച്ചു കൊടുത്തില്ല. എങ്കിൽ തിരുവനന്തപുരത്ത് പിന്നെ എയിംസ് വന്നേനെ. ഇപ്പം അതാണ്ട് അങ്ങ് കൊച്ചി കണ്ണൂരും കോഴിക്കോട്ടും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. തൃശ്ശൂരിൽ കൊണ്ടുവരുന്ന സുരേഷ് ഗോപി പറയുന്നുണ്ട്. ഇത് എത്ര കാലമായി? 2014 സുരേഷ് ഗോപി കാലാവധി പൂർത്തീകരിക്കും. സുരേഷ് ഗോപി വേറെ ഇത് കൂടെ പറഞ്ഞു, കൊച്ചി മെട്രോ തൃശ്ശൂർ വരെ എത്തിക്കുന്നു. ശരി, അതൊക്കെ നല്ലതാണ്, ആയിക്കൊള്ളട്ടെ. ഈ 2014 പറഞ്ഞതാണ് എയിംസ്. വർഷം എത്ര? 10 കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.